ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ ഫിലിമിൽ അധികം ഇല്ലെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി വളരുന്നുണ്ട്. ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു എൻ്റെ ചെറുപ്പത്തിലെ ടൈമിലെയും ഇപ്പോഴത്തെ എടുത്ത് നോക്കുവാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിക്ക് നല്ല റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട് ഓരോ സ്ഥലത്താണെങ്കിലും. നമ്മുടെ ഇൻഡസ്ട്രി സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയുടെ സ്റ്റോറീസ് ആണെങ്കിലും ഭയങ്കര പ്രൊഫഷണലായിട്ടും ക്രിയേറ്റീവായിട്ടും ചെയ്യുന്ന വേറെ ഇൻഡസ്ട്രി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരിക്കും, ബട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുള്ള മലയാളം ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ കുറേ പേര് പൃഥ്വിരാജ് സാറാണെങ്കിലും കുറേ പേര് അത് യൂട്ടിലൈസ് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രി മറ്റുള്ളിടത്തേക്ക് പോകണതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ ഇത് വാർത്തകൾ നിരന്തരമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെയുള്ളത്? ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓരോ ഇഷ്യൂസ് ആണെങ്കിലും ഇൻഡസ്ട്രി വരുന്ന ഓരോ ഇഷ്യൂസ് ആണെങ്കിലും. സിനിമകളൊക്കെ എപ്പോൾ കാണും? സിനിമകൾ ഞാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോൾ കോളേജിലാണെങ്കിൽ പോലും കാണാറുണ്ട്. ഞാൻ ബേസിക്കലി റിവ്യൂ കണ്ട് പടം കാണുന്ന ഒരാളല്ല. ഇപ്പം എനിക്കത് ഇഷ്ടമല്ല. കാരണം ഇപ്പോൾ ഒരാളുടെ റിവ്യൂ, ഇപ്പോൾ യൂട്യൂബിൽ ഒരാൾ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആളുടെ പേഴ്സ്പെക്റ്റീവാണ്. അപ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. എനിക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് റിവ്യൂ കാണാണ്ട് ഞാൻ പോണ ഒരു വ്യക്തിയാണ്. അല്ലാണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് കണ്ടൊരു മലയാളം മൂവി ഇപ്പം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കിഷ്കിന്ധ കണ്ട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു അപ്രീസിയേഷൻ കിട്ടിയ പടം. അതെ, ഏറെ കാണുന്നത്. പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. ഇന്നിപ്പോൾ ബൊഗൈൻവില്ല ഇറങ്ങിയിട്ടുണ്ട്, കാണണം. ഓക്കെ, മസ്റ്റ് വാച്ച്. നല്ല പടമാണല്ലേ, പൊളി. അപ്പോൾ നമ്മുടെ സിനിമയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള എന്താ പറയുക മോഹങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപക്ഷെ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, കുറച്ചുകൂടെ നയിക്കുന്നുണ്ട് പടത്തെ എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഭാരങ്ങളും പേറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരെ പടം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് നമുക്കിപ്പോൾ മുൻനിരയിലുള്ളവരൊക്കെ. അപ്പോൾ അത്തരത്തിലൊക്കെ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ വളർന്നിട്ടുണ്ട്, കമ്പനീസ് ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ ആ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കുമോ വരാൻ ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ അതേ വെറും ഒരു ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് എവിടെയെങ്കിലും അഭിനയിച്ച് നിൽക്കാനായിരിക്കും മനസ്സിലുണ്ടാവുക? മോഹം ചോദിക്കുക. തിരിച്ചു വന്നാൽ ഉടൻ ആ ഒരു ഇതിലേക്ക് പോകാൻ എനിക്ക് എന്തായാലും സാധിക്കില്ല. തിരിച്ചു വരുമ്പോൾ ഒരു ആസ് ആൻ ആക്ടർ എന്ന രീതിയിലേക്കൊക്കെ ഞാൻ വന്നെ. ബട്ട് എനിക്ക് ആ ഒരു കഴിവുണ്ടോയെന്ന് എനിക്ക് അറിയില്ല പേഴ്സണലി. അത്രത്തോളം ഇപ്പം അങ്ങനെ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കുള്ള കഴിവ് എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കഴിവുണ്ട് എന്നൊരു സ്റ്റേജ് എനിക്ക് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്തിരിക്കും. കാരണം അത് എനിക്കെന്നല്ല, ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഒരാൾ ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു ഇങ്ങനെ ഇൻഡസ്ട്രീനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഇതുപോലെ കുറേ പേര് ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഇൻഡസ്ട്രി നല്ലൊരു ടോപ്പിലെത്തും. ബാക്കിയുള്ള ഇൻഡസ്ട്രീനെ കടത്തി വെട്ടി ടോപ്പിലെത്തും. അപ്പോൾ കാരണം നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. ബേസിക്കലി ഇപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അധികം വലിയ ബഡ്ജറ്റിലൊന്നല്ല പടം ചെയ്യുന്നത്, ബട്ട് ക്വാളിറ്റി മൂവീസാണ് നമ്മുടെ. അങ്ങനത്തെ ഒരു പടങ്ങൾ ഇനിയും വരുവാണെങ്കിൽ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഇപ്പോൾ മമ്മൂക്ക തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അവർ സർവൈവ് ചെയ്യുന്നത്. അത്രയും കോമ്പറ്റീറ്റീവായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയും വിട്ടു കൊടുക്കുന്നില്ല. അപ്പം എല്ലാവരും കൂടെ നമുക്ക് നല്ല കുറേ ക്യാരക്ടേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇന്ന ആളിൻ്റെ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഇഷ്ടപ്പെട്ട, ഇപ്പോൾ കിഷ്കിന്ധാൻ്റെ പടത്തെക്കുറിച്ച് പറഞ്ഞു, ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ക്യാരക്ടർ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ വിട്ട് കളയാം നമുക്ക്. ക്യാരക്ടറായിട്ട് അങ്ങനെ ഓർക്കുന്നില്ല എനിക്ക്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഏജൊക്കെ ആയിട്ട് കിഷ്കിന്ധാത്തിൽ വിജയരാഘവൻ അങ്കിൾ ചെയ്ത പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം, ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഏജ്ഡ് ആയിട്ടോ മനസ്സിലായി ആ ഒരു ടൈമിൽ. ഞാൻ വിജയരാഘവൻ അങ്കിളോട് അഭിനയിച്ചിട്ടുണ്ട് വൈറ്റ് ബോയ്സ് എന്ന് പറഞ്ഞ മൂവിയിൽ. അപ്പോൾ പക്ക പ്രൊഫഷണലാണ്, ജെം എന്ന് വേണമെങ്കിൽ പറയാം. പ്യുവർ ജെമ്മാണ് ആള്. എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് പക്കയായിട്ട് ചെയ്യേണ്ടത് എല്ലാം ആൾക്കറിയാം. നല്ലൊരു ക്യാരക്ടർ. ഇപ്പം ഏത് വിജയരാഘവനങ്ങളിലെ ഏത് മൂവീസ് എടുത്ത് നോക്കിയാലും അടിപൊളി മൂവീസാണ്. എനിക്ക് പേഴ്സണലി ഞാൻ വർക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ പക്ക പ്രൊഫഷണലായിട്ട് എനിക്ക് ആളെ തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ പറയുമെന്ന് വെച്ചാൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി, വിജയരാഘവനങ്ങളോട് അഭിനയിക്കാൻ പറ്റിയെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞെടുക്കാറുണ്ട് ഓരോരുത്തരത്ത്. ഇപ്പോൾ ഓരോ പടം കാണുകളാണെങ്കിലും. ഈ പറഞ്ഞ ഗണത്തിൽ തന്നെ കുറേ പേരുടെ അഭിനയം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നേരിട്ട് കണ്ടതിൽ ഏതെങ്കിലുമൊക്കെ സീൻസോ ഷോർട്സോ ഒക്കെ നമ്മളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ടാവും, അത് നല്ലതായിരുന്നു, അങ്ങനത്തെ ഏതെങ്കിലും മനസ്സിനകത്ത് ഓർക്കണുണ്ടോ? ഹോംലി മിൽസിൻ്റെയും പിന്നെ വേറൊരു മൂവിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈറ്റ് ബോയ്സിൻ്റെയും ഹോംലി മിൽസിൻ്റെ ഷൂട്ടായിരുന്നു. അപ്പോൾ വൈറ്റ് ബോയ്സിൻ്റെ ഫിലിമിൽ എൻ്റെ കണ്ണിൽ എനിക്ക് റെഡിഷായി, കണ്ണ് ഫുള്ള് റെഡിഷായിട്ട് ഭയങ്കര ഇഷ്യൂ ആയി. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. ഗ്ലിസറിൻ്റെ അന്ന് യൂസ് ചെയ്ത ഗ്ലിസറിൻ്റെ എന്തോ അലർജി അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരെ വന്നു. ആ ടൈമിൽ ഫിലിമിൻ്റെ ഇടയ്ക്ക് ബ്ലഡ് വരെ വന്നിട്ട് എനിക്ക് വണ്ടിയിൽ വാഗമണിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ട്രാവൽ ചെയ്ത്
വെളുപ്പിനാണോ രാത്രിയാണോ എന്ന് അറിയില്ല, എനിക്ക് എറണാകുളത്ത് എത്തണം ഹോം മിൽസിൻ്റെ ഷൂട്ടിന്. അപ്പം അന്ന് ഇതുപോലെ എനിക്ക് ഈ ബ്ലഡ് വെച്ചുള്ള കണ്ണ് ഇങ്ങനെ ഒപ്പുമ്പോഴും ഇങ്ങനെ ബ്ലഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഇത് വെച്ചിട്ട് ടവൽ വെച്ചിട്ട്. അന്ന് ഞാൻ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് ഹോം ലിവിൽസ് സെറ്റ് വന്നു, ഹോം ലിവിൽസ് ചെയ്തു. ഇപ്പോഴും ഹോം ലിവിൽസിൻ്റെ സീൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എൻ്റെ ഒരു കണ്ണ് ഒരുമാതിരി, ചില സീൻസിൽ മാത്രം, ചില ഷോർട്സിൽ മാത്രം എൻ്റെ കണ്ണ് ഒരുമാതിരി. അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ ഒരു വേദന അനുഭവിച്ചുകൊണ്ട് ചെയ്ത ഷോട്ടുകളാണ്, അതിപ്പോഴും മറക്കാൻ പറ്റില്ല. നാളെ ഈ സാധനം പറയാൻ കേട്ടോ, വലിയ സ്റ്റാർ ആകുമ്പോൾ ഞാനത് ഇപ്പോഴും ഓർക്കുന്നു എന്ന് പറയാൻ പറ്റുന്നൊരു സാധനമാണല്ലേ. അതുപോലെ തന്നെയാണ് ജിലേബിയിലെ ആക്സിഡൻറ്റും. ചേസിങ് സീനായിരുന്നു. ഞാനും പിന്നെ എൻ്റെ ക്യാരക്ടർ, എൻ്റെ കൂടെ ആക്ടറായിട്ട് അഭിനയിച്ച ഡയറക്ടറിൻ്റെ മോളായിരുന്നു. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ പോകുന്ന സീനാണ്. ജയസൂര്യങ്ങൾ ബാക്കിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ചേസ് ചെയ്യുന്ന സീനാണ്. കോയമ്പത്തൂർ വെച്ചിട്ടാണ് തോന്നുന്നു ഷൂട്ട്. അപ്പോൾ ചേസ് ചെയ്യുന്ന സീനിൽ ഓപ്പോസിറ്റ് ഒരു ബസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വെട്ടിച്ചതാണ്. കൺട്രോൾ പോയിട്ട് നേരെ ഒന്ന് വേലിക്കിട്ട് ഇടിച്ച് മറിഞ്ഞ് എൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്തുകൊണ്ട് കമ്പിയിലിടിച്ചു, ഓട്ടോയുടെ കമ്പിയിലിടിച്ചു. ഭയങ്കര ഇതായിരുന്നു. അപ്പം അന്ന് അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഒരു കുറച്ച് മുകളിലോട്ടാണെങ്കിൽ ഓൺ സ്പോട്ട് ഡെഡാണ് ഞാൻ. ഇത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈമും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അന്ന് ഞാൻ 10-15 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞാൽ റെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ നീര് വെച്ചോണ്ടാണ് ഞാൻ ആ പടം ചെയ്തത്. ജിലേബി ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചില ഗ്യാപ്പിൽ ഫുൾ ടൈം കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ, സൺഗ്ലാസ് വെച്ചിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. അത് ഈ നീര് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ ഫുള്ള് നീരായിരിക്കുമായിരുന്നു. മങ്കി പെന്ന്, ബെന്ന്, ജിലേബി, ഇനി ഒരു 5 പടങ്ങൾ നമ്മളൊരു നിരയിൽ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട മനസ്സിൽ വരുന്ന ഓർക്കുന്ന 5 പടം. മങ്കി പെൻ, ജിലേബി, ബെന്ന്, കോലുമിട്ടായി. എനിക്ക് അഭിനയിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയ വടക്കൻ സെൽഫിയാണ്. അതിലധികം നേരമില്ല. ആ ഒരു ഇവർ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടെ ഇവർ ട്രാക്ടറിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. അവിടെ ഒരു വീട്ടിൽ വരുന്നു. അവിടെ ഒരു കൊച്ചിനെ കാണുന്നു. ആ കൊച്ചാണ് ഞാൻ, തമിഴ് സംസാരിക്കുന്ന ഒരു കൊച്ച്. പക്ഷെ എനിക്കത് ഭയങ്കര, ആ ഒരു ടൈമിൽ ഇപ്പോൾ നിവിൻ ചേട്ടനാണെങ്കിലും ഇപ്പം എല്ലാവരും ഉണ്ടായിരുന്നില്ല, അജിത് ചേട്ടൻ, ഇവർ ഭയങ്കര കോമഡിയാണ്. ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ അടിപൊളിയാണ്. ഇപ്പം അതും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചുമ്മാ സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ കോമഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഹൂക്കിയാണ് ഇവർ സംസാരിക്കുന്നത്, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്. അപ്പം അതും മറക്കാൻ പറ്റില്ല. പോളിടെക്നിക് 4 ഉണ്ട്. ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങളായി. ഇപ്പോൾ സിനിമയിലൊക്കെ അടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ അനുഭവങ്ങളൊക്കെ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നത്തേക്കായിരിക്കും തിരിച്ചു വരവ്? അത് എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങും. ഇപ്പം തിരിച്ചു വരുന്നത് എന്തായാലും കോഴ്സ് ഇനി ഒരു 1.5 കൊല്ലം കൂടെ ഉള്ളൂ. 1.5 കൊല്ലം 2 കൊല്ലം ഉള്ളൂ. 1.5 വർഷം കഴിഞ്ഞിട്ട് ഡേറ്റ് വരും ചെറുപ്പക്കാരൻ. അതെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് വരും എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഡയറക്റ്റായിട്ട് ചിലപ്പോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും തിരിച്ചു വരുവാണെങ്കിൽ. ബട്ട് അതിന് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു തീ ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നോക്കണം. എല്ലാം ഭാഗ്യമെല്ലാം ദൈവത്തിന് അനുഗ്രഹം പോലെ. നമ്മൾ സംവിധായകരല്ലാതെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം. ആ ഘട്ടത്തിൽ ചിലതൊക്കെ പറഞ്ഞു തരും. ചിലപ്പോൾ അമ്മ പറഞ്ഞു തരുമ്പോഴായിരിക്കും മനസ്സിലാവുക. അമ്മയുടെ അച്ഛൻ്റെ സപ്പോർട്ട് സെറ്റിൽ എങ്ങനെയായിരുന്നു? സെറ്റിൽ ഫിലിമിൽ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് ആവശ്യം വന്നിട്ടില്ല. കാരണം അല്ലാത്ത രീതിയിൽ തന്നെ നല്ലോണം സപ്പോർട്ട് ഉണ്ട്. ഇപ്പം എന്നെ കൊണ്ടുപോകാനാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഓരോ കാര്യത്തിനും ഇപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിലും പോലും നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പറയാനില്ല. ബട്ട് അഭിനയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യം വന്നിട്ടില്ല. മെയിൻലി ഡയറക്ടറും അല്ലെങ്കിൽ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സ്വയം സപ്പോർട്ട് എനിക്ക് തന്നെ അങ്ങനെ ഒരു രീതിയിൽ വന്നിട്ടുള്ളൂ. ഫാമിലിയുടെ സപ്പോർട്ട് അഭിനയത്തിൽ അങ്ങനെ ആവശ്യം വന്നിട്ടില്ല.